ഒരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടാവുമോ? ക്ലാസ്സുകളിലൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ കൂട്ടുകാരോട് ഒത്തിരുന്ന് ട്രെയിനിൻ്റെ സൗണ്ടുകൾ നമ്മളുടെ സ്വന്തം കയ്യിൽ സൃഷ്ടിക്കാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാകുമായിരിക്കാം. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഇത്തരത്തിലുള്ള സൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുകയും അതിൽ വളരെ സന്തോഷകരമായ ഒരാനന്ദം കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങൾ വീട്ടിലാണെങ്കിൽ പോലും നിങ്ങളുടെ സഹോദരങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ വേണമെങ്കിൽ സൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഒരു ട്രെയിൻ വരുന്ന അതേ റിതം, എ ലോക്കോമോട്ടീവ് റിതം. Like a Hellcat. Hello, welcome to JobysStoryWorld. Today we are going to discuss the next chapter. If you are visiting my channel for the first time, try to consider subscribing it. Don't forget to like it, and please comment and share the link of the video with your friends and family members and support my channel. Thank you very much. We'll move. നമ്മളതിനെക്കുറിച്ച് വിശദമായിട്ട് ഈ പോയത്തിലൂടെ പഠിക്കുന്നുണ്ട്. നമുക്ക് പോയത്തിൻ്റെ ലൈൻസിലേക്ക് പോകാം. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം, ഫ്രം എ റെയിൽവേ കാരേജ്, children who have traveled by trains who have had an exciting experience besides the rhythm and movement of the train. അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. അതായത് ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ കാണാത്ത സ്ഥലങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. അതുതന്നെയല്ല, ട്രെയിനിനകത്ത് നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഓരോ പ്രദേശങ്ങളിങ്ങനെ ഓടിപ്പോവുകയാണ്. കന്നുകാലികൾ, പ്രദേശങ്ങൾ, വ്യത്യസ്തമായ ഭൂവിഭാഗങ്ങൾ, മലകൾ, കുന്നുകൾ, താഴ്വരകളൊക്കെ ഇങ്ങനെ ഓടി പോകുന്ന വളരെ രസകരമായ ഒരു അന്തരീക്ഷം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ബിസൈഡ്സ് ദ റിതം ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ദ ട്രെയിൻ, ആ ലോക്കോമോട്ടീവ് റിതം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അല്ലേ? അപ്പോൾ ആ ലോക്കോമോട്ടീവ് റിതം, ദെർ ആർ ദ റഷിംഗ് സീൻസ് ഔട്ട്സൈഡ് ദ വിൻഡോ ടു ലുക്ക് അറ്റ്. അപ്പോൾ ആ വിൻഡോയിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്നത്, ട്രെയിനിൽ ആദ്യമായിട്ട് കയറുകയാണെങ്കിൽ അത് വളരെ സന്തോഷകരമായൊരു അനുഭവം തന്നെയായിരിക്കും, പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച്. ഹിയർ ദ പോയറ്റ് പ്രസൻസ് എ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഓഫ് എ ട്രെയിൻ ജേർണി ഇൻ ദ 19th century. 19ാം നൂറ്റാണ്ടിൽ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ നടത്തിയ ഒരു ട്രെയിൻ യാത്രയുടെ രസകരമായ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ പോയമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ട്രെയിൻ വരുന്ന ഒരു രംഗം കാരിക്കേച്ചർ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ഇതുമായി ബന്ധപ്പെട്ട ചെറിയ വീഡിയോ ക്ലിപ്പിങ്ങുകൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്, ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്. അപ്പോൾ ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്, ഫാസ്റ്റർ ദാൻ ഫെയറീസ്. ഫെയറീസ് എന്ന് പറഞ്ഞാൽ ദേവതകൾ. ഫാസ്റ്റർ ദാൻ വിച്ചസ്, വിച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രവാദിനി. ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ദേവതകളെക്കാൾ, മന്ത്രവാദിനികളെക്കാൾ. ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, അപ്പോൾ ദേവതകളെക്കാളും മന്ത്രവാദിനികളെക്കാളും വളരെ സ്പീഡിലാണ് ആര് പോകുന്നത്? ട്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ദേവതകളെക്കാളും മന്ത്രവാദിനികളെക്കാളും സ്പീഡിലാണ് ട്രെയിൻ പോകുന്നതെന്നാണ് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ പറയുന്നത്. ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്. അപ്പോൾ ബ്രിഡ്ജസ്, പാലങ്ങൾ, ഹൗസസ്, വീടുകൾ, ഹെഡ്ജസ് എന്ന് പറഞ്ഞാൽ വേലികൾ, ഓരോ സ്ഥലത്തുള്ള വേലികൾ. ഡിച്ചസ് എന്ന് പറഞ്ഞാൽ ഓടകൾ, അതായത് പാലങ്ങൾ, വീടുകൾ, വേലികൾ, ഓടകൾ ഒക്കെ. ചാർജിങ് അലോങ് ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ. അപ്പോൾ ഒരു ബാറ്റിൽ, ഒരു യുദ്ധമുന്നണിയിൽ സൈന്യബലം എങ്ങനെയാണോ, സൈനികരെങ്ങനെയാണോ ഇങ്ങനെ വന്ന് പോകുന്നത്, അവരങ്ങനെ നിരയൊത്ത് പോകുന്നത് പോലെ ഇതെല്ലാം ഇങ്ങനെ വന്ന് മറഞ്ഞു പോവുകയാണ്. All through the meadows the horses and cattle, and charging along like troops in a battle, all through the meadows the horses and cattle. അപ്പോൾ മെഡോസ്, ചെറിയ പുൽമേട്ടിൽ അവിടെ എന്തുണ്ട്? കുതിരകളുണ്ട്, കാറ്റിലുണ്ട്,
കാലികളുണ്ട്, പശുക്കളുണ്ട് അല്ലേ, പശുക്കളുണ്ട്. All of the sides of the hill and the plain fly as thick as driving rain. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ, ട്രെയിനിനുള്ളിൽ നിന്ന് നോക്കുമ്പോൾ മലകൾ കാണാം, സമതല പ്രദേശങ്ങൾ കാണാം. അതാണ് ഹില്ല്, പ്ലെയിൻ എന്ന് പറഞ്ഞാൽ സമതല പ്രദേശങ്ങൾ. ഫ്ലൈ as thick as driving rain. പെട്ടെന്ന് മഴ ഇങ്ങനെ ചന്നം ഭിന്നം ഒഴുകി പോകുന്നത് പോലെ ഇതെല്ലാം എൻ്റെ കൺമുന്നിൽ കൂടി ഇങ്ങനെ പറന്ന് പോവുകയാണ്. ആൻഡ് എവർ അഗെയിൻ ഇൻ ദ വിങ് ഓഫ് an eye. എൻ്റെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ ദാ എൻ്റെ മുമ്പിൽ നിന്ന് അതെല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. പെയിൻറ്റഡ് സ്റ്റേഷൻസ് വിസിൽ ബൈ. അപ്പോൾ ഇതാ വിസിലിംഗ് അടിക്കുന്നു. ആര്? ട്രെയിൻ. ഓരോ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പും വിസിലടിക്കുന്നു, സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുമ്പോഴും വിസിലടിക്കുന്നു. സ്റ്റേഷൻസ് നല്ല പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സ്റ്റേഷൻസ് കാണുകയാണ്. This is Robert Louis Stevenson, 1850 to 1894, was a Scottish novelist, poet, essayist and travel writer. He is well known for his children's classics too. His most famous works are Treasure Island, Kidnapped, and Strange Case of Dr. Jekyll and Mr. Hyde. He also composed the music for the flag collet, a kind of keyed soprano record. So it's a profile of Robert Louis Stevenson. He was born in the year 1850 and died in the year 1894. So here is a child who clambers and scrambles. ദാ ഒരു കുട്ടി, അവനിങ്ങനെ എന്താണ്? ക്ലാമ്പേഴ്സ് ആൻഡ് സ്ക്രാമ്പിൾസ്. ക്ലാമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അള്ളിപ്പിടിച്ച് കയറുകയാണ്. സ്ക്രാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട് കയറുകയാണ്, ബുദ്ധിമുട്ടി കയറുകയാണ്. ക്ലാമ്പേഴ്സ് ആൻഡ് സ്ക്രാമ്പിൾസ്. സ്ക്രാമ്പിൾസ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടി കയറുകയാണ്. ഓൾ ബൈ ഹിംസെൽഫ് ആൻഡ് ഗ്യാതറിങ് ബ്രാമ്പിൾസ്. അവൻ എല്ലാം ചെയ്യുന്നത് എന്താണ്? ഒരുതരം മുൾച്ചെടി അത് ശേഖരിച്ചുകൊണ്ടാണ് അവൻ ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത്. ഹിയർ ഇസ് എ ട്രാംപ് ഹു സ്റ്റാൻഡ്സ് ആൻഡ് ഗേസസ്. അവിടെ നോക്കിയപ്പോൾ ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യൻ, ട്രാംപ്, ഹു സ്റ്റാൻഡ്സ് ആൻഡ് ഗേസസ്. ഇങ്ങനെ വന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രീൻ ഫോർ ദ സ്ട്രിങ്ങിങ് ദ ഡേസീസ്. അവിടെ നോക്കിയപ്പോൾ എന്താണ്? ഹിയർ ഇസ് ദ ഗ്രീൻ ഫോർ സ്ട്രിങ്ങിങ് ദ ഡേസീസ്. അപ്പോൾ ഡെയ്സി പൂക്കൾ ഇങ്ങനെ കോർത്ത് വെച്ചിരിക്കുന്നത് പോലെ വളരെ സുന്ദരമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടു. ഹിയർ ഇസ് എ കാർട്ട് റൺ അവേ ഇൻ ദ റോഡ്. അതാ അവിടെ ഒരു കുതിരവണ്ടി ഇങ്ങനെ വഴിയിൽ കൂടി ഇങ്ങനെ പോവുകയാണ്. ഒരു കുതിരവണ്ടി ഇങ്ങനെ വഴിയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ലംബിങ് along with man and lord. ലംബിങ് എന്ന് പറഞ്ഞാൽ തടിച്ച അല്ലെങ്കിൽ ഭാരിച്ച എന്നാണ് അർത്ഥം. ലംബിങ് along with man and lord. മനുഷ്യനും വളരെ ഭാരമുള്ള വസ്തുക്കളുമായി അതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹിയർ ഇസ് എ മിൽ ആൻഡ് ദർ ഇസ് എ റിവർ. ഇവിടെ ഒരു മില്ല് കാണാം, അവിടെ ഒരു പുഴ കാണാം. ഈച്ച് എ ഗ്ലിംസ് ആൻഡ് ഗോൺ ഫോർ അവർ. ഇതെല്ലാം ഒരു ചെറിയ ഒറ്റ കാഴ്ചയാണ്. അത് പിന്നീട് എൻ്റെ മുമ്പിൽ നിന്ന് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകും. വളരെ സുന്ദരമായൊരു പോയമാണ്. ലോക്കോമോട്ടീവ് റിതം ഇതിനുണ്ട്. ലോക്കോമോട്ടീവ് റിതം, ട്രെയിനിൻ്റെ റിതം പോലെ തന്നെയാണ് പോയറ്റ് ഈ പോയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം മുതൽ ഒന്ന് റിസൈറ്റ് ചെയ്ത് നോക്കാം. അതിനകത്ത് ആ വളരെ സുന്ദരമായ ലോക്കോമോട്ടീവ് റിതം അവിടെ വന്നിട്ടുണ്ട്. Faster than fairies, faster than witches, bridges and houses, hedges and ditches, and charging along like troops in a battle, all through the meadows and the horses and cattle, all of the sides of the hill and the plain, fly as thick as driving rain, and ever again in the wing of an eye, painted stations whistle by. Here is a child who clambers and scrambles, all by himself gathering brambles. Here is a trump who stands and gazes, and here is the green for stringing the daisies. Here is a cart run away in the road, lumbering along with man and lord. And here is a mill and there is a river, each a glimpse and gone forever. So we'll directly move to the question answers of this chapter. First question is this: does the train move through a village or city? Justify your answer. അപ്പോൾ ഈ ട്രെയിന് ഒരു വില്ലേജിലൂടെയാണോ സിറ്റി കൂടെയാണോ മൂവ് ചെയ്യുന്നത്? നിങ്ങളുടെ ആൻസർ പറയൂ, അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കൂ എന്നാണ് പറയുന്നത്. ദ ട്രെയിൻ മൂവ്സ് ത്രൂ എ വില്ലേജ്. ട്രെയിൻ ഒരു വില്ലേജിൽ കൂടിയാണ് പോകുന്നത്. We can see the bridges, houses, hedges, ditches, meadows, horses, cattle, etc. which are the common scenes of village. അപ്പോൾ ഒരു വില്ലേജിൻ്റെ കോമൺ സീൻസ് ആണ് ഇതെല്ലാം. അതാണ് അവിടെ
കാണിച്ചിരിക്കുന്നത്. ആ പോയറ്റ് പോകുന്നത് ഒരു വില്ലേജിൽ കൂടിയാണ്. Second one, what are the expressions used by the poet to show the amazing speed of the train? അപ്പോൾ ട്രെയിനിൻ്റെ ഈ വലിയ അത്ഭുതകരമായ സ്പീഡ് കാണിക്കുവാൻ വേണ്ടി പോയറ്റ് ഉപയോഗിച്ചിരിക്കുന്ന എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ്? ആൻസർ ഇസ് ഫാസ്റ്റർ ദൻ ഫെയറീസ്, ഫാസ്റ്റർ ദൻ വിച്ചസ്. ദേവതകളെക്കാളും മന്ത്രവാദിനികളെക്കാളും സ്പീഡിൽ പോകുന്നു. ഫ്ലൈയസ് തിക്കസ് ഡ്രൈവിംഗ് റെയിൻ, അപ്പം മഴത്തുള്ളികൾ വന്നിങ്ങനെ വീഴുന്നതിനേക്കാളും സ്പീഡിൽ പോകുന്നു. ഈച്ച് എ ഗ്ലിംസ് ആൻഡ് ഗോൺ ഫോർ എവർ. So third one, how does the poet bring out the locomotive rhythm in the poem? അപ്പോൾ എങ്ങനെയാണ് പോയറ്റ് ലോക്കോമോട്ടീവ് റിതം ഇതിനകത്ത് കൊണ്ടുവരുന്നത്? The words like faster, ferries, witches and ditches have repetition of certain sounds which remind us of the locomotive rhythm. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റർ, ഫെയറീസ്, വിച്ചസ്, ഡിച്ചസ് എല്ലാം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതൊരു സൗണ്ട് റെപ്പറ്റീഷൻ ആവുകയാണ്. അതോടുകൂടി ആ സൗണ്ട് റെപ്പറ്റീഷൻ ഇങ്ങനെ വന്ന് അത് ട്രെയിനിൻ്റെ ആ ഒരു ലോക്കോമോട്ടീവ് റിതത്തിൻ്റെ ആ ഒരു റിതമായിട്ട് അത് പരിണമിക്കുന്നു. അതുകൊണ്ട് ലോക്കോമോട്ടീവ് റിതം എന്ന് പറയും. സോ ലെറ്റ് us റീവിസിറ്റ് എന്ന് പറഞ്ഞ ഭാഗം പുസ്തകത്തിനകത്തുണ്ട്. അതിൻ്റെ ഭാഗത്തിൻ്റെ വിശദീകരണമാണ്, അതിൻ്റെ ആൻസറുമാണ് ഇവിടെ ഉള്ളത്. വാട്ട് ഈസ് ദ പോയം അബൌട്ട്? ആൻസർ, എ ഫാസ്റ്റ് മൂവിങ് ട്രെയിൻ ആൻഡ് ദ പീപ്പിൾ, പ്ലേസസ് ആൻഡ് തിങ്സ് സീൻ ഫ്രം ഇറ്റ്. അതായത് ഈ പോയം എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു വലിയ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ട്രെയിനും അതിൻ്റെ അകത്തുള്ള ആളുകളും, ആളുകൾ അകത്തും പുറത്തുമുള്ളത്, പ്ലേസസ് ആൻഡ് തിങ്സ് സീൻ ഫ്രം ഇറ്റ്. അവിടെ നിന്ന് കാണുന്ന ആളുകൾ, മറ്റ് സാധനങ്ങൾ, മറ്റ് സ്ഥലങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. Second one, what was the aim of the poet while writing the poem from a railway carriage? അപ്പോൾ പോയറ്റ് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ഇത് എഴുതുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ടു ടെൽ റീഡേഴ്സ് അബൌട്ട് ഹിസ് എക്സ്പീരിയൻസ് ഓൺ ട്രെയിനിലുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വിവരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ പോയം എഴുതിയത്. Third one, read the line from the poem, here is a beggar who stands and gazes. Which word has almost the same meaning as gazes? അപ്പോൾ ഗേസസ് എന്ന് പറഞ്ഞാൽ അതേ മീനിങ് ഉള്ള വാക്കാണ് ചോദിച്ചിരിക്കുന്നത്. അത് ലുക്സ് ആണ്. വാട്ട് ഈസ് സിമിലർ അബൌട്ട് ദ വേർഡ് വിച്ചസ് ആൻഡ് ഡിച്ചസ്? അപ്പോൾ വിച്ചസ്, ഡിച്ചസ് എന്ന് പറഞ്ഞ വാക്ക് സിമിലാരിറ്റി എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ സിമിലാരിറ്റി, ബോത്ത് ആർ അറ്റ് ദ എൻഡ് ഓഫ് എ ലൈൻ ആൻഡ് റൈം വിത്ത് ഈച്ച് അതർ. അപ്പോൾ ആ രണ്ട് വാക്കുകളും ഒരു ലൈനിൻ്റെ എൻഡിലാണ്, അത് റൈം ചെയ്യുന്നുമുണ്ട്. ഫിഫ്ത്ത് വൺ, ഹൗ ഡു ദ ട്രൂപ്സ് റിസംബിൾ ദ ട്രെയിൻ? അപ്പോൾ ട്രൂപ്സ് എങ്ങനെയാണ് ട്രെയിൻ റിസംബിൾ ചെയ്യുന്നത് ട്രെയിനുമായിട്ട്? ദേ ചാർജ് അലോങ് ലൈക്ക് എ ട്രെയിൻ. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ ചാർജ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന പോലെ തന്നെയാണ് ഈ ട്രൂപ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ഇൻ വാട്ട് ബേസ് ആർ ദ ചൈൽഡ് ആൻഡ് ദ ട്രാമ്പ് ഡിഫറെൻറ്റ്? ചൈൽഡും ട്രാമ്പും എന്ത് ബേസിലാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്, വ്യത്യസ്തമായിരിക്കുന്നത്? ആൻസർ, ദ ചൈൽഡ് ഈസ് clambering and scrambling and the tramp is standing and gazing. What are the last two things seen from the railway carriage? A mill and a river. Eighth one, in what order are the people and things seen from the railway carriage? Answer is a child, a beggar, a cart, a mill and a river. Read these lines from the poem. And ever again in the wink of an eye, painted stations whistle by. Why does it seem that the painted stations appear and disappear in the wink of an eye? ഇപ്പോൾ സ്റ്റേഷൻസ് എല്ലാം ഇങ്ങനെ കണ്ണടച്ച് തുറക്കും മുമ്പ് ഇതെല്ലാം പോകുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? Answer is because they are seen from the window of a fast-moving railway carriage. 10th one, read the last line of the poem. Each a glimpse and a gone forever. What does the poet mean by this line? Answer is, you only get a quick look at something as you pass by, never to see it again. കാണുന്നത് പിന്നീട് കാണുന്നില്ല, പെട്ടെന്ന് അത് പറഞ്ഞു പോവാം. 11th one, in the poem, certain words and clusters of letters ES are repeated. Can you list out the repeated words and the cluster of letters from the poem? Do you think repetition enhances the musical quality of the poem? A repetition of words ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. Ferries, witches, houses, hedges, ditches, troops, meadows, horses, sides, stations, clambers, scrambles, brambles, stands, cases, daisies. The sounds repeated in the poem give a locomotive rhythm. It makes the poem more musical. അപ്പോൾ ലോക്കോമോട്ടീവ് റിതത്തിൻ്റെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആനുവൽ എക്സാംസേ ഉള്ളൂ എങ്കിൽ പോലും ഈ പോയം വളരെ പ്രധാനപ്പെട്ടതാണ്. ലോക്കോമോട്ടീവ് റിതവുമായി ബന്ധപ്പെട്ട ചോദ്യം ഈ പോയവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ലോക്കോമോട്ടീവ് റിതം ഈസ് എ ന്യൂ തിങ്. അതുകൊണ്ട് തന്നെ അത് ചോദിക്കാനുള്ള എല്ലാ സാധ്യതയും ഉള്ളതാണ്. യു ഷുഡ് സ്റ്റഡി ദിസ്.
12th one, imagine that you are on a train passing through a number of places, stations. Name any 5 scenes you would see through the window to have the same feeling of joy if you travel by bus. Fishing boat, lakes and backwaters, rivers, paddy field, farmers, etc. No, because the bus is slower than the train. Than a train beside a train moves. A train often moves through open fields and meadows. It is rhythmic also. Then we're moving to the activities. Activity 1, the poem. There are a number of words that describe movement and sound. Complete the following table selecting appropriate words. That's words. Words expressions from the box below. Activity 1, words that describe the movement. Faster, fly, stringing, clamber, scramble, charging along, battle, lumbering. Words that describe a sound. Whistle, cart, runaway, driving, rain, scrabble. The activity, find out pairs of rhyming words from the poem. Answer is battle, cattle. Rhyming words I have taken it. In താജ്മഹൽ ഞാൻ പഠിപ്പിച്ചപ്പോൾ വളരെ വിശദമായി ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ there is not even any repetition about that. ബാറ്റിൽ കാറ്റലുമായിട്ട് റൈം ചെയ്യുന്നു, പ്ലെയിൻ റെയിനുമായിട്ട് റൈം ചെയ്യുന്നു, ഐ ബായുമായി റൈം ചെയ്യുന്നു, സ്ക്രാമ്പിൾസ് ബ്രാമ്പിൾസുമായി റൈം ചെയ്യുന്നു, റോഡ് ലോഡ് ആൻഡ് റിവർ ഫോർ എവർ. Activity 3, pick out similes from the poem and charging along like troops in a battle, fly as thick as driving rain. These are the similes, ഉപമകൾ. ലൈക്കും മാസും വരുമ്പോൾ ഉപമയാണ് എന്ന് ഞാൻ പഠിപ്പിച്ചതാണ്, ഓർക്കുന്നുണ്ടാകും. Activity 4, underline the initial sounds of words repeated in the given lines. Faster than fairies, faster than witches, I have underlined it. Bridges and houses, hedges and ditches. Now underline the vowel sounds repeated in each line. അവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്തത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് മുഴുവനും എന്താണ്, കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്തതാണ്. അതിനെ നമ്മൾ അലിറ്ററേഷൻ എന്ന് വിളിക്കും. ഇനി വവൽ സൗണ്ട് റെപ്പറ്റീഷനെ നമ്മൾ അസൊനൻസ്. Alliteration is the repetition of initial consonant sounds of words in a line. അതാണ് മുമ്പേ നമ്മൾ അണ്ടർലൈൻ ചെയ്തത്. ഇവിടെ നിങ്ങൾ കാണുന്നത് ഐഡൻറ്റിഫൈ ദ ലൈൻസ് ഹാവിങ് alliteration. You have to do it yourself. Assonance, repetition of vowel sounds in a line. Vowel sounds ഒരു ലൈനിലുള്ളത് എന്താണ്, അതിനെയാണ് നമ്മൾ അസൊനൻസ് എന്ന് പറയുന്നത്. ഐഡൻറ്റിഫൈ ദ ലൈൻസ് ഹാവിങ് അസൊനൻസ്. Here I have underlined it and I have made it bold. There's no need of any explanation regarding that. I've discussed it earlier in the Taj Mahal especially. Activity 4, here is a tramp who stands and gazes. Find out the assonance from the following line. And here is a hill and there is a river. What effect do the repeated sounds bring to the poem? And answer, they lend a rhythmic quality to the poem. Activity 5, how does the rhythm contribute to the meaning of the poem? Answer, the locomotive rhythm gives the feel of the moving train. Activity 6, list down the rhyming words of each line of the first stanza. Begin the naming with words with similar endings should be named using the same letters. This is rhyme scheme. Rhyming wordsum rhyme scheme ഒക്കെ വളരെ വിശദമായി ഞാൻ എടുത്തിരുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. പ്ലെയിന് എ എന്ന് പറഞ്ഞ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും ആ സൗണ്ടിനെ. റെയിനിൽ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അത് തന്നെ നമ്മൾ കൊടുക്കും. ഐ വേറൊരു സൗണ്ടാണ്, ഒന്ന് ബി കൊടുക്കും, ബൈ ബി. ആൻഡ് ദ റൈം സ്കീം ഈസ് എ എ ബി ബി. Activity 7, in this poem, the poet uses words to make pictures just as you might use a camera to take pictures. Word pictures created by poets are called images. ഇത് ഞാൻ വിശദമായി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. താജ്മഹലിൻ്റെ രണ്ട് വീഡിയോ ആയിട്ട് താജ്മഹൽ ഞാൻ വിശദമായിട്ട് എടുത്തപ്പോൾ ഇതെല്ലാം ഞാൻ വളരെ വിശദമായി പഠിപ്പിച്ചിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ, സ്കിപ്പ് ചെയ്തു പോയവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഐ ബട്ടണിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആ വീഡിയോ പോയി വാച്ച് ചെയ്യാവുന്നതാണ്, സ്കിപ്പ് ചെയ്യാതെ. So such pictures may appeal to our eyes, visual images, ears, auditory images, touch, tactile images, smell, olfactory images, and taste, gustatory images. Can you pick out the images from the poem? Complete the following word-verb by selecting appropriate images from the poem. Painter stations, whistle by auditory, charging along like troops is visual, and hill and the plain is visual images.
Activity 7, a child who clambers and scrambles, auditory image. A cart running away in the road, auditory image. Mill and rivers, visual image. This is the summary. You can write it and you can by heart it this summary for use. It is useful for you when you write an appreciation of the poem. From a railway carriage, Robert Louis Stevenson. Summary: the poet Robert Louis Stevenson shares his experience of a railway journey. The train moves through a village. The bridges, houses, edges, ditches, meadows, horses, cattle, etc. are the common sights from the train. To show the amazing speed of the train, the poet uses the expressions like faster than fairies, faster than witches, flyers, thickest driving rain, and each glimpse and gone forever. The poem is divided into 8-line stanzas. The words like faster fairies, witches, and ditches are a repetition of certain sounds, which remind us of the locomotive rhythm. The rhyme scheme followed is A A B B C C D D. Rhythm and figures of speech like assonance, flyers, thickest driving rain make the poem dramatic. I've made it a little bit fast in the end because I have to keep the time limit, and I'm sorry for that. I've discussed it, the പോയറ്റിക്കൽ ഡിവൈസിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പറയാതെ അത് മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് മുമ്പോട്ട് പോയത്. തീർച്ചയായിട്ടും അതൊക്കെ എഴുതിയെടുക്കുക, അത് പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് അടിസ്ഥാനമായി പോയാൽ 9ാം ക്ലാസ്സിലെത്തിയാൽ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും. സ്കിപ്പ് ചെയ്ത് പോയവർക്ക് പ്രയോജനപ്പെടുമോ എന്ന് എനിക്കറിയില്ല. സ്കിപ്പ് ചെയ്യാതെ പോയവർക്ക് അത് പ്രയോജനപ്പെടുമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഉറപ്പാണ്. തീർച്ചയായും നമുക്ക് മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.